ബാക്കിർ പക്ഷേ നിന്നോട് വണ്ടി വന്ന് കയറാനാ പറയുന്നേ. കയറാൻ സൗകര്യമില്ല രാവിലെ. ഞാനിവിടെ എത്ര നേരമായിട്ട് വെയിലും കൊണ്ട് നിൽക്കുവാന്നറിയോ? ഇവിടെ എന്താ എൻ്റെ സമയത്തിനൊന്നും ഒരു വിലയില്ലേ? എന്താ ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നതാണോ എൻ്റെ വിചാരം? ഞാനൊരു ഓഫീസിൽ നിന്നാണ് വരുന്നത്. എനിക്കവിടെ ജോലി തീർത്തിട്ട് വരാൻ പറ്റൂ. നീ ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് നേരത്തെ ഇറങ്ങി വരാൻ പറ്റില്ല അവിടെ നിന്ന്. പറ്റുമായിരുന്നല്ലോ രാവിലെ. നീ അങ്ങനെ വന്നിട്ടുമുണ്ട്. ശരിക്കും നിന്റെ പ്രയോറിറ്റീസ് ഒക്കെ മാറി. നീ ശരിക്കും ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് എടുക്കണേ. ഇപ്പം എന്താ ഒരു 30 മിനിറ്റ് വൈകാനാണോ നീ പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കുന്നത്? അല്ല, നിന്റെ സ്വഭാവം മാറിയതിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. നിനക്ക് തന്നെ തോന്നണില്ലേ നിന്റെ ക്യാരക്ടർ മാറിയതായിട്ട്? അതിന് എനിക്കൊരു ഉത്തരം എന്താ? ഇല്ല, തോന്നണില്ല. നിനക്ക് സൗകര്യം ഉണ്ടെങ്കിൽ വന്ന് വണ്ടി കയറി. എനിക്കിതിനൊരു ഉത്തരം കിട്ടാതെ ഞാൻ കയറില്ല. വേണ്ട, വരണ്ട, ഞാൻ പോവാ. മോൾ എങ്ങനെയാന്ന് വെച്ചാൽ വന്നാ മതി. ജീവിതത്തിൽ ഒരു റീടേക്ക് ഉണ്ടായിരുന്നെങ്കിലോ? സോറി വഴക്കുറയല്ലേ? പോടാ ദുഷ്ടാ. ഞാനവിടെ 1/2 മണിക്കൂറായിട്ട് വെയിലും കൊണ്ട് നിൽക്കുക. എന്താ കുട എടുത്തില്ലേ? എന്നോടൊന്നും പറയിപ്പിക്കരുത് കേട്ടാ. എടീ, ഞാൻ ഇറങ്ങിയതാ. മാനേജർ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു മീറ്റിംഗ് വെച്ചു. പിന്നെ എനിക്ക് മാനേജറിനോട് പറയാൻ പറ്റൂ, പൊന്നു മാനേജറെ, എൻ്റെ സുന്ദരിയായ ഭാര്യ വെയിലും കൊണ്ട് എനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. പെട്ടുപോയി, അതുകൊണ്ടല്ലേ ടൈപ്പ്. വാ വണ്ടി. നമുക്ക് കമ്പനി മാറിയാലോ? മിക്കവാറും കമ്പനി മാറേണ്ടി വരും. നല്ലൊരു പാക്കേജ് വരട്ടെ, നമുക്ക് ഉടനെ മാറിക്കളയാം. ഞാനിവിടെ ഇത്ര നേരം വെയിറ്റ് ചെയ്ത് നിന്നതിന് എനിക്കൊരു ഫലൂഡ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞാൽ ഞാൻ കയറാം. ഫലൂഡയോ ഐസ്ക്രീമോ കേക്കോ മാങ്ങയോ എന്താന്ന് വെച്ചാൽ വാങ്ങിച്ചാൽ മോള് വന്ന് വണ്ടിക്കരക്ക് പോവാ. പോണം എന്ന് പറയുന്നല്ലാതെ പോകാനായിട്ട് തന്നെ എന്ത് എഫേർട്ട് അവിടെ എടുത്തിട്ടുള്ളേ? വർഷം എനിക്ക് ഒരുപാട് ജോലി ചെയ്ത് തീർക്കാനുണ്ട്. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നാളെ പറ. ഇപ്പൊ പോയി കിടന്ന് ഉറങ്ങാൻ പോ. നിനക്ക് പണ്ടേ ഉള്ളതാ നമ്മുടെ ഇടയിൽ എന്ത് കൺഫ്യൂഷൻ വന്നാലും അത് മാറ്റി വെക്കുന്നത്. എത്ര വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്, കല്യാണത്തിന് മുമ്പോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഇടയിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ സംസാരിച്ച് തീർക്കണം എന്ന്. എനിക്ക് അതെങ്കിലും ചെയ്തുകൂടെ? നിനക്ക് എന്താ നിന്റെ കാര്യങ്ങൾ, നിന്റെ ഹാപ്പിനെസ്, നിന്റെ ഉറക്കം. നീ എപ്പോഴെങ്കിലും എന്നെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? എന്റെ വർക്ക് എന്താണോ, എന്റെ വർക്ക് പ്രഷർ എന്താണോ നിനക്കറിയാമോ? എന്റെ സ്ട്രെസ് ലെവലിനെ പറ്റി നീ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതൊന്നും ചെയ്യില്ലല്ലോ. സ്വന്തം കാര്യം മാത്രം നോക്കിക്കൊണ്ടിരുന്നു. പിന്നെ നിനക്ക് മാത്രമാണ് ജോലി. അതെ, എനിക്കും വർക്കുണ്ട്. ഞാനും ജോലി ചെയ്യുന്ന ആളാ. ഓഫീസിലെ കാര്യങ്ങൾ ഓഫീസിൽ, വീട്ടിൽ വന്നാൽ കുറച്ച് സമയം അതെന്റെ കൂടെ സ്പെൻഡ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നിനക്കൊന്നും അതുപോലും പറ്റത്തില്ലെങ്കിൽ പിന്നെ നീ ഒക്കെ എന്തിനാ കല്യാണം കഴിച്ചേ? ഈ പോകാന്ന് പറയുന്നല്ലാതെ അടുത്തെങ്ങാണോ ലീവ് കിട്ടുമോ എനിക്ക്? ഈ അടുത്തൊന്നും ലീവ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ബേബി. പക്ഷെ നമ്മൾ പോകും. എന്റെ പൊന്നു വെച്ചേ, ഞാനേ കുറേ കാലം കൊണ്ട് ഇങ്ങനെ പറഞ്ഞു പറ്റിക്കുന്നതായിട്ട് നിനക്ക് തോന്നുന്നുണ്ടോ? ശീലായി. നന്നായി. പിന്നെ നിന്റെ ജോലിക്കൂടെ വേണ്ടിയാണ് കുഴപ്പമില്ല. അതെ, ഈ മാസമെങ്കിലും ടാർഗറ്റ് ഒന്ന് അച്ചീവ് ചെയ്യോ അതോ കഴിഞ്ഞ വട്ടത്തെ പോലെ ആകുമോ? അല്ല, ഇത്തവണ ഞാൻ എന്തായാലും പിടിക്കും. എന്നിട്ട് വേണം ആ മാനേജറിന്റെ മുഖത്ത് നോക്കി എനിക്ക് 5 ദിവസം ലീവ് ചോദിക്കാൻ. അങ്ങനെ കാണോ ലീവ് ഇട്ട് എൻ്റെ അടുത്തോടെ പറയണേ, എനിക്കിവിടെ ലീവ് എടുക്കാണ്. ഭയങ്കര വർക്കാണല്ലോ. അങ്ങനെയാണെങ്കിൽ തന്നെ വർക്ക് നടക്കട്ടോ, ഞാൻ ഡിസ്റ്റർബ് ചെയ്യണില്ല. അതെ, പോയിട്ട് എന്തെങ്കിലും ജോലിയുണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് തലയൊന്ന് മസാജ് ചെയ്ത് തരുമോ? ദാമ്പത്യ ജീവിതത്തിൽ പല പ്രശ്നങ്ങളുണ്ടാവും. കാരണം വ്യത്യസ്ത സ്വഭാവക്കാരായ 2 വ്യക്തികളാണ് ഒരുമിച്ച് ജീവിക്കുന്നത്. പരസ്പരം ഒന്ന് മനസ്സിലാക്കി സപ്പോർട്ട് ചെയ്താൽ പല ദാമ്പത്യ പ്രശ്നങ്ങളും ഉണ്ടാവില്ല. നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിനെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും. Be their peace of mind, not their stress. ഇങ്ങനെ കാഴ്ചക്കാരായി മാത്രം ഇരുന്നാൽ മതി. ഇനി വെറും കാഴ്ചക്കാരായി മാത്രം ഒതുങ്ങേണ്ട, നിങ്ങൾക്കും കഥയുടെ ഭാഗമാകാം. ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം കഥാപാത്രങ്ങൾ എന്ത് ചെയ്യണം, കഥ എങ്ങോട്ട് പോകണമെന്ന്. കൂടാതെ കഥാകഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന എക്സൈറ്റിംഗ് ഗെയിംസുകൾ. സോ ഇപ്പോൾ തന്നെ AV app ഡൗൺലോഡ് ചെയ്യൂ ആൻഡ് സ്റ്റാർട്ട് ബിൽഡിംഗ് യുവർ സ്റ്റോറീസ്.